എല്ലാവർക്കും നമസ്കാരം. ഭാരത് ഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന നവമാധ്യമ സർഗവേദി എന്ന വിശിഷ്ടമായ ഈ വേദിയുടെ 58ാമത്തെ ഭാഗമാണിത്. ഇന്നിവിടെ കാവാലം സ്മൃതിയാണ്. മാനത്തെ മച്ചോളം. ഭാരതീയ കാവ്യ നാടക സംസ്കാരത്തെ പശ്ചിമയാർന്ന മണ്ണിനോടും തനത് കലാപാരമ്പര്യത്തോടും ഇഴയടുപ്പിച്ചു നിർത്തിയ ആചാര്യനാണ് കുട്ടനാടിൻ്റെ ആചാര്യനാണ്, കുട്ടനാടിൻ്റെ ഇതിഹാസകാരനാണ് ശ്രീ കാവാലം നാരായണപ്പണിക്കർ. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് സോപാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് റിസർച്ച് സെൻറ്റർ. ഞങ്ങൾ സോപാനത്തെ ഒരു ബൃഹത് കുടുംബമായിട്ടാണ് കരുതുന്നത്. അപ്പൂപ്പൻ്റെ നിഴലായി നടന്ന ഒരു പിടി കലാകാരന്മാരാണ് ഇന്നിവിടെ നമുക്ക് ഈ 58ാമത്തെ വേദി ഒരുക്കിയിരിക്കുന്നത്. മാനത്തെ മച്ചോളം എന്ന ഈ ഒരു സ്മൃതിയിലൂടെ അപ്പൂപ്പൻ്റെ നിരവധി മേഖലകളിലൂടെയാണ് അപ്പൂപ്പൻ സഞ്ചരിച്ചത്. നമ്മൾ പല ഇൻ്റർവ്യൂസിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ ആദ്യത്തെ ഒരു വാചകം ഇതാണ്: എത്ര വയസ്സായി? പ്രത്യേകിച്ചും അഞ്ജലി മേനൻ സംവിധാനം ചെയ്ത സൂത്രധാർ എന്ന ആ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ അപ്പൂപ്പൻ പറഞ്ഞ ഒരു കാര്യം, ഹൗ മെനി ഇയേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ ഐ മേ ബി 2000 years ഓൾഡ് എന്ന് പറയുന്നുണ്ട്. അതായത് 2000 വർഷത്തിൻ്റെ പാരമ്പര്യം, അല്ലെങ്കിൽ അതിലേറെ പാരമ്പര്യമുള്ള നമ്മുടെ നാടിൻ്റെ ആ പശ്ചിമയാർന്ന ആ ഒരു സംസ്കാരത്തെയാണ് അപ്പൂപ്പൻ എന്നും, അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്നും ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു നമ്മൾ സോപാനത്തിലൂടെ ചെയ്തു വരുന്ന പല മേഖലകളിലായി ചെയ്തു വരുന്ന വർക്കും അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. 2016 വരെ ഞങ്ങൾക്ക്, അതായത് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും തന്നെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ആഘോഷം എന്നുള്ളത് നമുക്ക് കടമ്പ, എല്ലാവർക്കും സുപരിചിതമായ അവനവൻ കടമ്പ എന്ന പൂപ്പൻ്റെ സൃഷ്ടിയിൽ പാട്ടുപരീക്ഷകൾ പറയാറുണ്ട്. എന്താ പാട്ടുപരീക്ഷ പറയാറുള്ളത്? നമുക്ക് എന്നായെങ്കിലും ഒന്ന് ആഘോഷിക്കണ്ടേ എന്ന് പറയാറുണ്ട്. ആ ഒരു എന്നായെങ്കിലും ആഘോഷിക്കണ്ടേ എന്നുള്ളതിൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് ആഘോഷിക്കാനുള്ളത്, അതായത് ജീവിതം എന്നുള്ളത് ആഘോഷിക്കാനുള്ളതാണ് എന്ന് ജിജിവീക്ഷ നിറഞ്ഞിരുന്ന അപ്പൂപ്പൻ എന്നും തോന്നിയിരുന്ന ഒരു കാര്യമാണ്. അപ്പം അതോട് ബന്ധമായിട്ട് ഞങ്ങളിപ്പോൾ 2016 ശേഷം 17 തൊട്ട് എല്ലാവരും തന്നെ ചേരുന്ന ഒരു ദിവസമാണ് ജൂൺ 26. അപ്പോൾ ഇക്കുറി ഈ ഒരു മാധ്യമത്തിലൂടെ, നവമാധ്യമത്തിലൂടെ, ഭാരത് ഭവൻ്റെ ഈ ഒരു സംരംഭത്തിലൂടെ ലോകമെമ്പാടുമുള്ള നമ്മുടെ ബൃഹത് കുടുംബം ഒന്നിക്കുകയാണ് ഇവിടെ. ആദ്യം തന്നെ പല മേഖലകൾ എന്ന് നേരത്തെ പറഞ്ഞുല്ലോ, അല്ല, ആദ്യം തന്നെ നമുക്ക് പാട്ടിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ആദ്യം ഒരു പാട്ടാവാം. ഗുരുനാഥനായ പത്മഭൂഷൺ കാവാലം നാരായണപ്പണിക്കർ സാറിൻ്റെ തിളങ്ങുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മാനത്തെ മച്ചോളം കാവാലം സ്മൃതി ആരംഭിക്കുന്നു. മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാള കുഴിയോളം പാദം നട്ട്, 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 മാലചേല കൂറ ചുറ്റിയ കുമ്മാട്ടി, കുമ്മാട്ടി, മാലചേല കൂറ ചുറ്റിയ കുമ്മാട്ടി, കുമ്മാട്ടി, മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്, കുമ്മാട്ടി,
കുമ്മാട്ടി 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 മാനത്തെ മച്ചോളം തലയെടുത്ത് വാതാള കുഴിയോളം പാദം നട്ട് മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാള കുഴിയോളം പാദം നട്ട് പൂവിടാം കുന്നിന്റെ തോളത്ത് പൂവിടാം കുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പൂവിടാൻ കുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പറവറന്നാണോ പറപറന്നാണോ പല്ലക്കിലാണോ പല്ലക്കിലാണോ നടന്നാണോ നടന്നാണോ ഇരുന്നിരുന്നാണോ ഇരിയിരുന്നാണോ പറവറന്നാണോ പല്ലക്കിലാണോ നടന്നാണോ ഇരുന്നാണോ മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 തെക്കാതിൽ സൂര്യനെ ഞാത്തി സൂര്യനെ ഞാത്തി മറ്റേ കാതോ വെറുതെ നീട്ടി വെറുതെ നീട്ടി ആയിരമണിയൻ തുറികണ്ണ് കുറികണ്ണ് കുറികണ്ണ് കാടും മേടും കുത്തിമറിക്കാൻ ആടിവേട കൊമ്പല്ല് കോമ്പല്ല് കോമ്പല്ല് ആകാശ പന്നി നീട്ടിയ കൊള്ളിയാൻ തെറ്റ കൊള്ളിയാൻ തെറ്റാ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ പേടിപ്പിച്ചോണ്ട് പേടിപ്പിച്ചോണ്ട് തേവറഞ്ഞോണ്ട് പേവറഞ്ഞോണ്ട് നമ്മൾ ഉറങ്ങുമ്പം നമ്മൾ ഉറങ്ങുമ്പം നമ്മൾ ഉറങ്ങുമ്പം നമ്മൾ ഉറങ്ങുമ്പം മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാള കുഴിയോളം പാദം നട്ട് മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാള കുഴിയോളം പാദം നട്ട് മാലചേല കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി മാലചേല കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 പൂവാങ്കുഴലി പെണ്ണിനുള്ളിലെ കിളുന്നു മനസ്സറിഞ്ഞ കാവാലത്തിൻ്റെ മറ്റൊരു ഗാനം. ചിത്രം വാടകയ്ക്കൊരു ഹൃദയം. പൂവാം കുഴലി പെണ്ണിനുണ്ടൊരു കിളന്തു പോലുള്ള മനസ്സ് കുഞ്ഞായി വിരിഞ്ഞ് പൊന്നിത നിരന്ന് കുളിർന്നുലഞ്ഞൊരു മനസ്സ്. പൂവാം കുഴലി പെണ്ണിനുണ്ടൊരു കിളന്തു പോലുള്ള മനസ്സ് വിരിഞ്ഞ് പൊന്നിതൾ നിരന്ന് കുളിർന്നുലഞ്ഞൊരു മനസ്സ്.
അക്കരക്കാട്ടിൽ ഓരമലമേട്ടിൽ ആതിരക്കഞ്ഞിക്ക് ഋതുശാന്തി. അക്കരക്കാട്ടിൽ ഓരമലമേട്ടിൽ ആതിരക്കഞ്ഞിക്ക് ഋതുശാന്തി. മുത്തണി മാറത്ത് നാണം പിണഞ്ഞപ്പോൾ മുഖാംബരമാകെ തുടിമുടങ്ങി തുടിമുഴങ്ങി. കുഴലി പെണ്ണിനുണ്ടൊരു ഇളന്തു പോലുള്ള മനസ്സ്. കുഞ്ഞായി വിരിഞ്ഞ് പൊന്നിതൾ നിറന്ന് കുളിർന്നുലഞ്ഞൊരു മനസ്സ്. ആലോലം കാറ്റിൽ പാർവള്ളിയൂഞ്ഞാലിൽ പകലിന്റെ നീളും നിഴലാട്ടം. ആലോലം കാറ്റിൽ പാർവള്ളിയൂഞ്ഞാലിൽ പകലിന്റെ നീളും നിഴലാട്ടം. കൈത്തിരി കത്തിച്ച് കാക്കുന്നൊരന്തിയെ കുൽകാൻ കൊതിക്കുന്നു തരംഗകേളി തരംഗകേളി. കുഴലി പെണ്ണിനുണ്ടൊരു ഇളന്തു പോലുള്ള മനസ്സ്. കുഞ്ഞായി വിരിഞ്ഞ് പൊന്നിതൾ നിറന്ന് കുളിർന്നുലഞ്ഞൊരു മനസ്സ് കുളിർന്നുലഞ്ഞൊരു മനസ്സ് കുളിർന്നുലഞ്ഞൊരു മനസ്സ്. ഭാരതീയ നാടകവേദിയിൽ മാറ്റത്തിൻ്റെ മായാത്ത മുദ്രകൾ പതിപ്പിച്ച കാവാലത്തിൻ്റെ അവനവൻ കടമ്പ എന്ന നാടകത്തിലെ പക്കിമകൾ ചിത്തിരപ്പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനം. തന്താനമ്പടി തന്താനമ്പടി തന്താന കുയിലേ തന്താനമ്പടി പാട്ടും പാടി വന്നേ നീ വഴിയേ. തന്താനമ്പടി തന്താനമ്പടി തന്താന കുയിലേ തന്താനമ്പടി പാട്ടും പാടി വന്നേ നീ വഴിയേ. തന്താനമ്പടി തന്താനമ്പടി തന്താന കുയിലേ തന്താനമ്പടി പാട്ടും പാടി വന്നേ നീ വഴിയേ. തന്താനമ്പടി തന്താനമ്പടി തന്താന കുയിലേ തന്താനമ്പടി പാട്ടും പാടി വന്നേ നീ വഴിയേ. പണ്ടേ നിന്നെ ഞാൻ കുഞ്ഞും നാളിലെ കണ്ടേൻ വൈകിളിയേ കണ്ടേൻ കൊഞ്ചി കിണങ്ങും നിന്നുടെ ചോവും ചേലുമല്ല. തന്താനമ്പടി തന്താനമ്പടി തന്താന കുയിലേ തന്താനമ്പടി പാട്ടും പാടി വന്നേ നീ വഴിയേ. പണ്ടേ നിന്നെ ഞാൻ കുഞ്ഞും നാളിലെ കണ്ടേൻ വൈകിളിയേ കണ്ടേൻ കൊഞ്ചി കിണങ്ങും നിന്നുടെ ചോവും ചേലുമല്ല. തന്താനമ്പടി തന്താനമ്പടി തന്താന കുയിലേ തന്താനമ്പടി പാട്ടും പാടി വന്നേ നീ വഴിയേ. ദിനത്തിൻ ദിനതിമി 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 ദിനതിമി. പക്കിമകൾ ചിത്തിരപ്പെണ്ണേ 10-20 പെണ്ണേ. പക്കിമകൾ ചിത്തിരപ്പെണ്ണേ 10-20 പെണ്ണേ. പക്കിമകൾ ചിത്തിരപ്പെണ്ണേ 10-20 പെണ്ണേ. പക്കിമകൾ ചിത്തിരപ്പെണ്ണേ 10-20 പെണ്ണേ. വാവണ്ണേ കളത്തി തെളിഞ്ഞിരുന്നാടടി പെണ്ണേ. വാവണ്ണേ കളത്തി തെളിഞ്ഞിരുന്നാടടി പെണ്ണേ. വാടാതെ പുണ്യമുള്ളൊരു വമ്പത്തി പെണ്ണേ. വാടാതെ പുണ്യമുള്ളൊരു വമ്പത്തി പെണ്ണേ. ദിനതി ദിനതിമി ദിനതി ദിനതിമി 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 ദിനതിമി. എവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു
എന്റെ ഈ പാട്ടിന് പറ്റിയൊരാട്ടം പഠിച്ച് എവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു എന്റെ ഈ പാട്ടിനു പറ്റിയൊരാട്ടം പഠിച്ചു എവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു എന്റെ ഈ പാട്ടിന് പറ്റിയൊരാട്ടം പഠിച്ചു എവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു എന്റെ ഈ പാട്ടിനു പറ്റിയൊരാട്ടം പഠിച്ചു അമ്പാമ്പും ബെമ്പാമ്പും നിന്നടന കണ്ടേ അമ്പാമ്പിന്റെ ബെമ്പാമ്പിന്റെ മാട്ടം പഠിച്ചു അമ്പാമ്പും പെമ്പാമ്പും നിന്നടന കണ്ടേ അമ്പാമ്പിന്റെ പെമ്പാമ്പിന്റെ ആട്ടം പഠിച്ചു അമ്പാമ്പും ബെമ്പാമ്പും നിന്നടന കണ്ടേ അമ്പാമ്പിന്റെ ബെമ്പാമ്പിന്റെ മാട്ടം പഠിച്ച് അമ്പാമ്പും പെമ്പാമ്പും നിന്നടന കണ്ടേ അമ്പാമ്പിന്റെ ബെമ്പാമ്പിന്റെ മാട്ടം പഠിച്ച് കൊമ്പനാനപ്പുറത്ത് എഴുന്നള്ളുന്ന മൂർത്തിയായി മഴമേഘങ്ങളെ വർണ്ണിക്കുന്ന കുമ്മാട്ടിയിലെ മറ്റൊരു ഗാനം കറുകറേ കാർമുകിൽ. കറുകറേ കാർമുകിൽ കൊമ്പനാനപ്പുറ തേറിയഴുന്നള്ളും മൂർത്തേ കാർമുകിൽ കൊമ്പനാനപ്പുറ തേറിയഴുന്നള്ളും മൂർത്തേ ജിഗി ജിഗി തക്കം തൈ തൈ ജിഗി ജിഗി തക്കം തൈ തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ കർക്കിടകത്തേവരേ കർക്കിടകത്തേവരേ തുടം തുടം കുടം കുടം നീ വാർത്തേ കറുകറേ കാർമുകിൽ കൊമ്പനാനപ്പുറ തേറിയഴുന്നള്ളും മൂർത്തേ ജിഗി ജിഗി തക്കം തൈ തൈ ജിഗി ജിഗി തക്കം തൈ തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ മഴവിൽ കൊടിമാനത്ത് പൊന്നമ്പലമുറ്റത്ത് വിരിയുന്നു തെളിയുന്നു അതിഞ്ഞലിഞ്ഞങ്ങുലഞ്ഞുമായുന്നു ആ
മുറ്റത്തൊരു മയിലാട്ടം, തിരുമുടിയാട്ടം, ഇളകുന്നു നിറയുന്നു, ഇടഞ്ഞിടഞ്ഞങ്ങൊഴിഞ്ഞു നീങ്ങുന്നു. ആ അപ്പൂപ്പൻ്റെ മറ്റു പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് സോപാന സംഗീതവും മോഹിനിയാട്ടവുമാണ്. കേരളീയ താള പദ്ധതികളെക്കുറിച്ച് നിരന്തരം ഗവേഷണം ചെയ്യുകയും സോപാന സംഗീത പാരമ്പര്യത്തെ നവീകരിക്കുകയും അപ്പൂപ്പൻ്റെ ഒരു ഏറ്റവും വലിയ വർക്കിലെ ഒരു ഭാഗമാണ്. മോഹിനിയാട്ടം എന്ന കേരളീയ നൃത്തരൂപത്തിന് ജൈവികമായ ഊർജം പകരുക എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കി തന്നെ ഏറ്റെടുത്ത അപ്പൂപ്പന് നിരവധി മികവുറ്റ നർത്തകിമാർ അവരുമായി വളരെ അടുത്തിടപഴകി വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1970 മുതലാണ് ഇതിൻ്റെ ഒരു സജീവമായ ഒരു വർക്ക് നടന്നു വന്നത്. കുഞ്ചൻ നമ്പ്യാരിൽ ഏറ്റവും മനസ്സർപ്പിച്ച് കേരള താളങ്ങളിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഒരു മനുഷ്യായുസ് കൊണ്ട്, ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ ഇനിയും ഒരുപാട് ഗവേഷണത്തിന് സ്കോപ്പുള്ള ഒരു മേഖലയാണത്. ഡോക്ടർ കനക്രിലെ, ഭാരതി ശിവജി മുതൽ ഒരുപാട് നർത്തകിമാർ, ഇന്ന് പ്രശസ്തരായ നമ്മുടെ കേരളത്തിലെ ഒരുപാട് നർത്തകിമാർ ദേശീയ തലത്തിലും എല്ലാവരും തന്നെ ഈ ഒരു രീതി, ഈ ഒരു സോപാന രീതിയുടെ അവതരണം ആസ്വദിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സോപാനത്തിൻ്റെ മുതിർന്ന കലാകാരിയായ ശ്രീമതി മോഹിനി വിനയൻ ഇന്നിവിടെ ഗണപതി ഒരു ഇനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു ഡെമോൺസ്ട്രേഷൻ ഐറ്റമായിട്ടാണ്. യമൻ കല്യാണി രാഗത്തിൽ കാരിക താളത്തിലാണ് അപ്പൂപ്പനിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗണപതി. തഗതിഗുദഗതേ 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 തകൃത തികൃത ദോം കൃതനം കൃത 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 തഗതിഗുദഗതേ തകൃത തികൃത ദോം കൃതനം കൃത തഗതിഗുദഗതേ തഗതിഗുദഗതേ തഗതിഗുദഗതേ. ആ
അനാദി കവിത്വം അനാദി വിരുദ്ധം അനന്ത ഗുരുത്വം അമോഘ വിഭുത്വം ഗണേശ ശബ്ദം ഗണേശ ശബ്ദം ശ്രീ ഗണേശ ശബ്ദം ശബ്ദം തഗതി കുതഗതേ തകൃത തികൃത ഓം കൃതന്നം കൃത തഗതി കുതഗതേ തഗതി കുതഗതേ തഗതി കുതഗതേ സുരമുനി വന്ദിത വിഘ്ന നിവാരണ സുരമുനി വന്ദിത വിഘ്ന നിവാരണ സുരമുനി വന്ദിത വിഘ്ന നിവാരണ തകൃത തികൃത ധോംകൃതന്നം കൃത നടന വിഭൂഷണ ജയ ശുഭകര ജഗദീശ്വര സൃതജന പൂജിത നടന വിഭൂഷണ ജയ ശുഭകര ജഗദീശ്വര സൃതജന പൂജിത നടന വിഭൂഷണ ജയ ശുഭകര ജഗദീശ്വര സൃതജന പൂജിത തഗതി കുതഗതേ തകൃത തികൃത ഓം കൃതന്നം കൃത തഗതി കുതഗതേ തഗതി കുതഗതേ തഗതി കുതഗതേ തഗതി കുതഗതേ തഗതി കുതഗതേ. ഉള്ളുരകൾ തേടി ആ നർത്തകിയുടെ പ്രയാണം തുടരുകയാണ്. അടുത്തതായി നമുക്കൊരു നാടകത്തിലെ പാട്ടാവാം, ഒരു നാടകപ്പാട്ട്. പൊറാട്ട് നാടകത്തിൻ്റെ ശീലുകൾ ഉൾക്കൊണ്ട് കാവാലസാർ രചിച്ച ഒറ്റമുലച്ചി എന്ന നാടകത്തിലെ ഓലലല്ലിയിലെ എന്ന് തുടങ്ങുന്ന ഗാനം. ലേ ലേ ലലി ഓലലല്ലി ലേ ഓലലല്ലി ലേ ലേ ലലി ഓലലല്ലി ലേ ഓലലല്ലി ലേ ലേ ലലി ഓലലല്ലി ലേ ആ ഓലലല്ലി ലേ ലേ ലലി ഓലലല്ലി ലേ മുച്ചിലമ്പൊലി മുത്തമിഴ്ക്കലി മുമ്മൊഴി പൊരുള് മുച്ചിലമ്പൊലി മുത്തമിഴ്ക്കലി മുമ്മൊഴി പൊരുള് ഓലലല്ലിലേ ലേലലി ഓലലല്ലിലേ ഓലലല്ലിലേ ലേലലി ഓലലല്ലിലേ പാണ്ടി മന്നനു പിണി പിണച്ചി വെളൊറ്റ മുലച്ചി പാണ്ടി മന്നനു പിണി പിണച്ചി വെളൊറ്റ മുലച്ചി ഇടമുലയുടെ ഇളങ്കണ്ണല്ലേ ഇടമുലയുടെ ഇളങ്കണ്ണല്ലേ വലങ്കൈ കൊണ്ട് പിഴുതെറിഞ്ഞ് നെടുകടനെ മധുരാപുരിയേ 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 ഓലലല്ലിലേ ലേലലി ഓലലല്ലിലേ ഹാ ഓലലല്ലി
മഞ്ചമതിയില് മുല്ല മല്ലിക പൂക്കൾ വിരിച്ച് മഞ്ചമതിയില് മുല്ല മല്ലിക പൂക്കൾ വിരിച്ച് മഞ്ചമതിയില് മല്ലിക പൂക്കൾ വിരിച്ച് മഞ്ചമതിയില് ചന്ദ്രികമെഴുകിയ പൂമുറ്റമതിൽ മാധവിയൊത്തിരുന്നാനേൻ കോവലൻ മാധവിയൊത്തിരുന്നാനേ ചന്ദ്രികമെഴുകിയ പൂമുറ്റമതിൽ മാധവിയൊത്തിരുന്നാനേൻ കോവലൻ മാധവിയൊത്തിരുന്നാനേ ഇണങ്ങലും പിണങ്ങലുമായവർ നാണം കൊണ്ടു പിണഞ്ഞാളവൾ മാധവി നാണം കൊണ്ടു പൊതിഞ്ഞാളേ ഇണങ്ങലും പിണങ്ങലുമായവൾ നാണം കൊണ്ടു പൊതിഞ്ഞാളവൾ മാധവി നാണം കൊണ്ടു പൊതിഞ്ഞാളേ പിണങ്ങലും പിണങ്ങലുമായവർ നാണം കൊണ്ടു പൊതിഞ്ഞാളവൾ മാധവി നാണം കൊണ്ടു പൊതിഞ്ഞാളേ ഇണങ്ങലും പിണങ്ങലുമായവൾ നാണം കൊണ്ടു പൊതിഞ്ഞാളവൾ മാധവി നാണം കൊണ്ടു പൊതിഞ്ഞാളേ തൻ പ്രാണേശനെ എതിരേറ്റാളവൾ പാമം തഴച്ചോരുള്ള മോടേ ഗണേശനെ എതിരേറ്റാളവൾ പാമം തഴച്ചോരുള്ള മോടേ തൻ പ്രാണേശനെ എതിരേറ്റാളവൾ പാമം തഴച്ചോരുള്ള മോടേ ഗണേശനെ എതിരേറ്റാളവൾ കാമം തഴച്ചോരുള്ള മോടേ വടമലയിലെ വട്ടക്കല്ലിൽ വടമലയിലെ വട്ടക്കല്ലിൽ തെന്മലയിൽ വീളഞ്ഞ ചന്ദന മറഞ്ഞ മണമണിയും തെന്നലുമേറ്റ് അവരിരുവരും ഒരു മെയ്യായി മയങ്ങി അവരിരുവരും ഒരു മെയ്യായി മയങ്ങി അവരിരുവരും ഒരു മെയ്യായി മയങ്ങി. ശ്രീ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത് MG രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ച സർവകലാശാല എന്ന ചിത്രത്തിലെ അതിരുകാക്കും മല എന്ന് തുടങ്ങുന്ന ഗാനം. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകതാ അതിരുകാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ തകതകത അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകതാ അതിരുകാക്കും മലയൊന്നു തൊടുത്തേ തുടുത്തേ തകതകതാ അങ്ങു കേയക്കത്തെ ചന്താമര കുളിരിന്റെ ഈറ്റില്ല തറയില് പേറ്റുനോവിൽ പേരാറ്റുറവ ഉറുകിയൊലിച്ചേ തകതകത ഉരുകിയൊലിച്ചേ തകതകത ഉറുകിയൊലിച്ചേ തകതകത ഉരുകിയൊലിച്ചേ തകതകത അതിരു കാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത അതിരുകാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ തകതകത കല്ലുമ്മെ തട്ടി കരണം മറിഞ്ഞിട്ട് കണി വെച്ച് കരമുട്ടി കടവത്ത് തുടിയിട്ട് നാട്ടു നെഞ്ചും മേലെ കലങ്ങിക്കൊണ്ടൊഴുകി നീ കളിച്ചേ തകതകത 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 കല്ലുമ്മെ തട്ടി കരണം മറിഞ്ഞിട്ട് കണി വെച്ച് കരമുട്ടി കടവത്ത് തുടിയിട്ട് കാട്ടു നെഞ്ചു
നീ കളിച്ചേ തകതകത അതിര് കാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത അതിരു കാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ തകതകത കാട്ടരുവി പെണ്ണേ നീ എങ്ങോട്ട് എങ്ങോട്ട് നാട്ടിലൂടെ പോയ പാടെ കിട്ടിയതെന്തടിയേ കിട്ടിയതെന്തടിയേ കാട്ടരുവി പെണ്ണേ നീ എങ്ങോട്ട് എങ്ങോട്ട് നാട്ടിലൂടെ പോയ പാടെ കിട്ടിയതെന്തടിയേ കിട്ടിയതെന്തടിയേ പല്ലുവെച്ച നുണകളും പിന്നെ തീയിലിട്ടാൽ കരിയാത്ത മഴയത്തും ചീയാത്ത മഞ്ഞിലും പനിക്കാത്ത കുഞ്ഞായ്മ കഥകളല്ലേ തകതകത 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 ഒടുക്കം നീ ഒഴുക്കത്ത് കടൽ പടിയോളമെത്തി തിരപ്പുറത്തോടുങ്ങാത്ത ചുപ്പനമായി മാറിയേ സ്വപ്നമായി മാറിയേ ചുപ്പനമായി മാറിയേ സ്വപ്നമായി മാറിയേ അതിര് കാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത അതിരു കാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ തകതകത ഹൺമുഖയക്കത്തെ ചെന്താമര കുളിരിന്റെ ഈറ്റില്ല തറയില് പെറ്റുനോവിൽ പേരാറ്റുറവ ഉറുകിയൊലിച്ചേ തകതകത ഉരുകിയൊലിച്ചേ തകതകത ഉറുകിയൊലിച്ചേ തകതകത ഉരുകിയൊലിച്ചേ തകതകത ഉറുകിയൊലിച്ചേ തകതകത ഉരുകിയൊലിച്ചേ തകതകത ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാവാം ഒരുപക്ഷെ 2 ജന്മങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെളുതാമോ ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെളുതാമോ ഓർമ്മകൾ ഓർമ്മകൾ ദുഃഖം
ഇരക്കുഴലൂതി വിളിച്ചു ദുഃഖം ഒരേ കാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു സ്വപ്നങ്ങൾ എന്നോട് വിട പറഞ്ഞു ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ അടരാൻ വിതുമ്പും മോഹങ്ങൾ നിത്യ കല്യാണിലതകൾ പടരാൻ വിതുമ്പും മോഹങ്ങൾ നിത്യ കല്യാണിലതകൾ സ്വർഗങ്ങൾ തേടിക്കൊണ്ടിഴഞ്ഞു നീങ്ങി ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ തീർച്ചയായിട്ടും ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഓർമ്മകൾ, മധുരിക്കുന്ന ഓർമ്മകളും സുഖം തരുന്ന ഓർമ്മകളും പലതരത്തിലുള്ള ഓർമ്മകളും ഉണ്ടായിട്ടുണ്ടാവാം. ഇന്നലെ ഇപ്പം ഞാൻ ഫേസ്ബുക്ക് ലൈവിൽ നമ്മുടെ കമൻസൊക്കെ കാണുമായിരുന്നു. എല്ലാവർക്കും കഴിഞ്ഞ നമ്മൾ 4 കൊല്ലത്തിൽ ഈ 3 കൊല്ലം നമ്മളെല്ലാവരും ഒത്തുചേർന്ന ഈ സമയം ഓർത്തുകൊണ്ട് പലരും നമ്മുടെ ബൃഹത് കുടുംബത്തിലെ എല്ലാവരും ഒരുപാട് പേര് തന്നെ കമൻസ് അയച്ചിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. അടുത്ത തവണ നമുക്ക് ഈ മഹാമാരിയെല്ലാം മാറി ഒരുമിച്ച് കൂടാമെന്ന് തന്നെ നല്ല ആശയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. നമുക്ക് അടുത്തത് ഒരു നാടക രംഗത്തിലേക്ക് കടക്കാം. കർണഭാരം നാടകം. ഭാസ കാളിദാസ നാടകങ്ങളെ രംഗത്ത് അവതരിപ്പിച്ച് ഭാരത സംസ്കാരത്തോട് നീതി പുലർത്തിക്കൊണ്ട് നാട്യശാസ്ത്രാധിഷ്ഠിതമായി സഹൃദയരുടെ ഉള്ളുറകളെ ദീപ്തഭാസുരമാക്കിയ സംസ്കൃത നാടകങ്ങളുടെ നാടകശില്പിയാണ് ശ്രീ കാവാലം. അപ്പൂപ്പൻ ചെയ്ത ഒരു 10 നാടകങ്ങളോളം ഉണ്ട് സംസ്കൃതത്തിൽ. അതിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന നമ്മുടെ സോപാനം റെപ്പറ്റ്യൂറിൽ എന്നും വളരെയധികം സജീവമായിട്ടുള്ള നാടകമാണ് കർണഭാരം. 1988 മുതലാണ് ഇത് സ്റ്റേജ് ചെയ്ത് വരുന്നത്. ദേശീയ വേദികളിലും അന്തർദേശീയ വേദികളിലുമായിട്ട് നമുക്കിപ്പോൾ 4 കർണന്മാരാണ് നമുക്കുള്ളത്. അതിൽ ആദ്യം കലാധരൻ മാമനിൽ തുടങ്ങി 1988 തുടങ്ങി. പിന്നീട് കാന്തിമാമൻ, 3ാമത്തെ കർണനാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ സജീവമായി നമ്മുടെ കൂടെയുള്ള ഗിരീഷ് മാമൻ അവതരിപ്പിക്കുന്ന കർണഭാരത്തിലെ ഒരു എൻട്രി രംഗമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നാടകത്തിലെ നമ്മൾ ചെയ്യുമ്പോൾ കോറസായിട്ട് ഗ്രൂപ്പായിട്ടാണ് ചെയ്യുക. പക്ഷേ ഇന്നിവിടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഡെമോൺസ്ട്രേഷനായിട്ടാണ് കാണിക്കുന്നത്. വീരകരുണ രസങ്ങൾ അത് നമുക്ക് സ്റ്റേജിൽ പകർന്നാടി കാണിക്കുകയാണ്. കർണഭാരത്തിലേക്ക്
അഹം സൂര്യപുത്ര പുത്ര ത്വം സൂതപുത്ര കർണ അഹം സൂതപുത്ര ത്വം കൗന്ദേയ കർണ കൗന്ദേയ കർണ രാധേയ കർണ രാധേയ കർണ സൂര്യപുത്ര കർണ സൂര്യപുത്ര കർണ ഭൂതപുത്ര കർണ സൂതപുത്ര കർണ സൂര്യപുത്ര സൂതപുത്ര സൂതപുത്ര കർണ കർണ മാതാവൻ മമ ശരമാർഗലക്ഷഭൂത കിം പ്രാപ്താക്ഷിതിപതയ സജീവശേഷ ആ, ആ, ആ. കർത്തവ്യം രണശിരസി പ്രിയം കുരുണാം ദ്രഷ്ടവ്യോ യദി സ ഭവേത് ധനഞ്ജയോ മേ ശല്യരാജ യത്രാസൗ അർജുന തത്രൈവ ചോദ്യതാം മമ രഥ ബാഠം. അവസ്ഥാനുകീർത്തനം നാട്യം എന്ന നമ്മുടെ ഭാരതീയ നാട്യ തത്വത്തിന് ഒരു ആധാരം തന്നെയല്ലേ ഇത്. നമ്മുടെ ഈ തത്സമയ പരിപാടി ഇവിടെ കാണാനുമായി എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ മന്ത്രി ശ്രീ കടകംപള്ളി സാറ്. അതിലുള്ള സന്തോഷം ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ്. അടുത്തത് നമ്മൾ ഒരു പാട്ടിലേക്ക് കടക്കുകയാണ്, മണ്ണിലലിഞ്ഞ ഒരു പാട്ടിലേക്ക്. കൃഷിക്കായി നിലമൊരുക്കുമ്പോൾ കർഷകനൊപ്പം മൃഗങ്ങളും കൂട്ടുകൂടാറുണ്ട്. വിളവ് പൊലിക്കാൻ അവരുടെ പങ്കാളിത്തവും വളരെ വലുതാണ്. ഇതാ ഒരു ഉഴവ് പാട്ട്. ആ ആ ആ ആ കർത്തിക തികതേ കർത്തിക തികതേ കർത്തിക തിന്തത്തേ അയ്യാ അപ്പ ഇന്തത്തേ ആ ആ ആ ആ കർത്തിക തികതേ കർത്തിക തികതേ കർത്തിക തിന്തത്തേ അയ്യാ അപ്പ ഇന്തത്തേ ആ ആ ആ ആ കർത്തിക തികതേ കർത്തിക തികതേ കർത്തിക തിന്തത്തേ അയ്യാ അപ്പ ഇന്തത്തേ ആ ആ ആ ആ ആ ആ ആ ആ പുത്തിരമാടൻ കാണട്ടപ്പ ഉച്ചിറമാടൻ കണ്ടോട്ടെ അയ്യാ അപ്പ ഇന്തത്തേ ആ ആ ആ ആ അയ്യാ അപ്പ ഇന്തത്തേ ആ ആ ആ ആ രാമ രാമ ചീരക മടലേ അയ്യത്ത അയ്യത്ത അയ്യാ അപ്പ ഇന്തത്തേ ആ ആ ആ ആ കർത്തിക തിന്തത്തേ അയ്യാ അപ്പ ഇന്തത്തേ ആ ആ ആ ആ നിന്നെ കെട്ടിയൊരു കെട്ട് നീയമ്പല കൂറ്റനല്ലട നാട്ടമ്പല മൂപ്പനാണ്ട ഒരാനെ കടത്തി വെട്ടും വേലക്കാരൻ മൂപ്പനാണ്ട അയ്യാ അപ്പ ഇന്ന
ഇന്നത്തെ ആ ആ ആ ആ കർത്തിക ഇന്നത്തെ അയ്യാ അപ്പ ഇന്നത്തെ ആ ആ ആ ആ മഞ്ചാടി ചെറുമണി കൂട്ടി കെട്ടിയിട്ട താടയാട്ടി മണികിലിക്കണ ചിങ്കാര ചാകീര ചങ്ങാതി അയ്യാ അപ്പ ഇന്നത്തെ ആ ആ ആ ആ അയ്യാ അപ്പ ഇന്നത്തെ ആ ആ ആ ആ കാളരാഗ കിന്നറിഞ്ഞു വെച്ചൊരു സാധാ കാള പണിക്കാള പണിയെടുക്കണ പണിക്കാരാണ്ട കുറുമ്പ് കാട്ടണ കുറുപ്പാണ്ട അയ്യാ അപ്പ ഇന്നത്തെ ആ ആ ആ ആ കർത്തിക തികതേ തിന്തത്തെ അയ്യാ അപ്പ ഇന്നത്തെ ആ ആ ആ ആ കർത്തിക തികതേ തിന്തത്തെ അയ്യാ അപ്പ ഇന്നത്തെ ആ ആ ആ ആ കർത്തിക തികതേ തിന്തത്തെ അയ്യാ അപ്പ ഇന്നത്തെ ആ ആ ആ ആ കർത്തിക തികതേ തിന്തത്തെ അയ്യാ അപ്പ ഇന്നത്തെ ആ ആ ആ ആ കർത്തിക തികതേ തിന്തത്തെ അയ്യാ അപ്പ ഇന്നത്തെ. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ഇതാ ഒരു ചക്രപ്പാട്ട്. തകദൈ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര തകദൈ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ചക്രത്തെ കാലും തൂക്കി അയ്യാ തൂക്കി വിടയ്യാ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ചക്രത്തെ കാലും തൂക്കി അയ്യാ തൂക്കി വിടയ്യാ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ഈ വട്ടിക്കുള്ളിലെ വിത്തിനളവെത്തറ വിളവെത്തറ കതിരെത്തറ പതിരെത്തറ കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ധീതഗദൈ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ഈ കൊയ്ത്തിനടിയെത്തുങ്ങടകരിക്കാടി കണ്ടത്തിൽ കനകമണി കതിരിടനേ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ഈ കൊയ്ത്തിനടിയെത്തുങ്ങടകരിക്കാടി കണ്ടത്തിൽ കനകമണി കതിരിടനേ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ധീതഗദൈ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ഈ കതിരിന്നുതിർമണ്ണി നെന്മണി മുഴുമൂടയിൽ മണിമാണിക്ക ഒലി നിറയ തരണേ കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ഈ കതിരിന്നുതിർമണ്ണി നെന്മണി മുഴുമൂടയിൽ മണിമാണിക്ക ഒലി നിറയ തരണേ കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര ചക്രത്തെ കാലും തൂക്കി അയ്യാ തൂക്കി വിടയ്യാ ഗരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര കരുദിഗുദഗദിഗുദൈ ദിഗുദാര.
അടുത്ത ഒരു പാട്ടും കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഇന്നത്തെ നമ്മുടെ പങ്കാളികളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അനിൽകുമാർ പഴവീട്, അദ്ദേഹമാണ് നമ്മളെ ഇന്ന് നയിച്ചത് ഗാനങ്ങളിലൂടെ. വാദിത്രത്തിൽ കൂടെ സപ്പോർട്ട് ചെയ്തത് ശ്രീ രാംദാസ് കെ, ശ്രീ പ്രമോദ് രാമചന്ദ്രൻ, ഒപ്പം കീബോർഡിൽ സാബു നാരായണൻ, പിൻപാട്ടിൽ ഒപ്പം അനിച്ചേട്ടൻ്റെ കൂടെ ചേർന്നത് ഗിരീശൻ വി, ശിവകുമാർ കെ. വാദിത്രത്തിൽ അനൗൺസ്മെൻറ്റിലും കൂടെ ഉണ്ടായിരുന്നു കിച്ചു വാര്യാട്. ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് സോപാനം ബൃഹത് കുടുംബത്തിലെ കുറച്ച് അംഗങ്ങളാണ്. ഇത് നമ്മളോടൊപ്പം അവിടെ ലൈവായിട്ട് തത്സമയമായിട്ട് കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പം തന്നെ ഇങ്ങനെയൊരു വേദി ഈ ഒരു സമയത്ത് ഭാരത് ഭവൻ ഒരുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും നന്ദി പറയേണ്ടത് ഇതിൻ്റെ ചെയർമാനായ മന്ത്രിയായ ശ്രീ AK ബാലൻ സർ, മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യന്നൂർ, ഇവിടെ ബാക്കിയുള്ള സഹപ്രവർത്തകർ എല്ലാവർക്കും തന്നെ നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ കൂടെ ഇവിടെ തത്സമയത്തിൽ ഒപ്പം ചേർന്നിരിക്കുന്ന മന്ത്രി ശ്രീ കടകംപള്ളി സാറ് ഇവിടെ ഒരു പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ചാണ് വന്നിരിക്കുന്നത്. ഈ അവസാനത്തെ പാട്ടിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഈ പാട്ട് മണ്ണെന്ന് പറഞ്ഞൊരു കവിതയാണ് അപ്പൂപ്പൻ്റെ. ഇത് അപ്പൂപ്പൻ്റെ ഏറ്റവും മുതിർന്ന ശിഷ്യനായ ശ്രീ നെടുമുടി വേണുമാമൻ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് വേദികളിൽ പാടി പ്രചരിപ്പിച്ചൊരു കവിതയാണ്. നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങാം, മണ്ണിൻ്റെ പശ്ചിമയിലേക്ക് ഇറങ്ങാം, എന്നിട്ട് പൊരുൾ തേടാം. മണ്ണിലേക്ക് തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിന്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, ഒതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ. അടിവാളിങ്ങേടുത്തോ എന്റെ മണിയിങ്ങേടുത്തോ, എൻ മന്ത്രവാസത്തിനങ്ങ പോയി മാറട്ട്, തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, എൻ ചങ്കറക്കി എന്റെ മണ്ണിന്റെ ചങ്കും മാട്ടും ചാത്തനെ മർദാനെ കെട്ടി മാറണ്ട്, തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, അടികോയിലേടത്തെ കോയിലന്തയില കോയി അതന്തയില കോയില് പറയാൻ മേലേ, തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, ബാബലേ നേരം വെളുത്തെന്നും ചൊല്ലി അവൻ പൂവന്താരം തിരിഞ്ഞു പോകുന്നതുണ്ട്, തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, അടികോമ്പം കോട്ട വയറ എടമാപ്പ ചങ്ങാതി പെണ്ണുണ്ടേരേ തൊട്ടുണ്ടതില്ലേ, തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, അതിന്തോ തിന്താരോ തകതിന്തകത്താരോ തെനതിന്ത തിന്താരോ തകതിന്തകത്താരോ, അതിന്തോ തിന്താരോ തകതിന്തകത്താരോ, തെനതിന്ത തിന്താരോ തകതിന്തകത്താരോ, അതിന്തോ തിന്താരോ തകതിന്തകത്താരോ തെനതിന്ത തിന്താരോ തകതിന്തകത്താരോ, അതിന്തോ തിന്താരോ തകതിന്തകത്താരോ, തെനതിന്ത തിന്താരോ തകതിന്തകത്താരോ, ഓതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, തിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, കർകുതിത്തന്നം തെയ്യന്നം കർകുതിന്തിന്നം താരോ, മണ്ണാനടിയൻ മണ്ണിലടിച്ച മുളയാനടിയൻ മുളയിലടിച്ച ആറാനടിയൻ ഞാറുകുലച്ച നിറമാനടിയൻ കതിരാനടിയൻ ഗോപം കോട്ട ഭയമായടമപ്പച്ചങ്ങാതി മീനുണ്ടേരേ മുണ്ടുമുണർന്നുണ
വാളച്ചങ്ങ ഈയന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ ഓതിത്തന്നം 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 തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ ഓതിത്തൈ മുറത്തൈ തിത്തൈ മുറത്തൈ. പ്രിയപ്പെട്ടവരെ, ഭാരത് ഭവൻ നവമാധ്യമ സർഗവേദിയുടെ 58-ാം ദൃശ്യപാഠത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. എന്തുകൊണ്ടും അർത്ഥവത്തായ ഒരു സ്മരണ പുതുക്കലാണിത്. മലയാളത്തിൻ്റെ സർഗാത്മക രംഗത്ത് നാടക ആചാര്യൻ എന്നുള്ള രീതിയിലും കവി എന്നുള്ള രീതിയിലും ആഴത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ചിരസ്മരണീയനായ കാവാലം നാരായണപ്പണിക്കർ സാറിൻ്റെ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടി ഈ 1 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ സർഗസ്മൃതികളിലൂടെ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ, താളങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ രംഗപാഠത്തിലൂടെ, മോഹിനിയാട്ട പദങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. ഇനി ഈ ഓർമ്മകളെ ഒന്നുകൂടി ദീപ്തമാക്കുവാനുള്ള ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിയേറ്റർ കേരള പെർഫോമൻസ് കാവാലം എന്നുള്ള പേരിൽ പെൻഡോഗ്രാഫ് ബുക്സ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നാടക അധ്യാപകൻ എന്നുള്ള രീതിയിലും അഭിനേതാവ് എന്നുള്ള രീതിയിലും സംവിധായകൻ എന്നുള്ള രീതിയിലുമൊക്കെ വ്യക്തിമുദ്ര അടയാളപ്പെടുത്തിയ രാജാ വാര്യർ കാവാലം സാറിൻ്റെ സർഗാത്മക ചിന്തകളെ, അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ സൗന്ദര്യശാസ്ത്രങ്ങളെ, തത്വചിന്തകളെ, രംഗപ്രയോഗങ്ങളെ ഒക്കെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ഗവേഷണ പ്രബന്ധമാണിത്. ഇത് SRK പിള്ള എന്ന് പറയുന്ന നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ആദ്യ ബാച്ചിൽ പഠിച്ചിറങ്ങിയ SRK പിള്ള സാറാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ്റെ ഡയറക്ടറും ഒക്കെ ആയിരുന്നു. കാവാലം സാറിൻ്റെ സർഗസംഭാവനകൾ ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു രചന കൂടി ഇവിടെ പ്രകാശിതമാകുമ്പോൾ ഈ ഓർമ്മ പുതുക്കൽ ഒന്നുകൂടി ദീപ്തമാകുന്നു. അതിനുവേണ്ടി ഇവിടെ എത്തപ്പെട്ടത് നമ്മുടെ ആരാധ്യനായ ദേവസ്വം സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ഉണർവുകളെ, മറ്റ് മേഖലകളിലെ പോലെ തന്നെ സാംസ്കാരിക ഉണർവുകളെയും നിലനിർത്താൻ വേണ്ടി വളരെ കരുതലോടുകൂടി ശ്രദ്ധ പതിപ്പിക്കുന്ന പ്രിയപ്പെട്ട ജനനായകൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ ഏറെ ആദരവോടുകൂടി ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി കാവാലം സാറിൻ്റെ കൊച്ചുമകൾ കല്യാണി കൃഷ്ണനെയും ഗ്രന്ഥകർത്താവ് രാജാ വാര്യരെയും കാവാലം സാറിൻ്റെ പ്രിയ ശിഷ്യൻ കലാധരൻ മാസ്റ്ററെയും ഭാരത് ഭവൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ നാടകകാരൻ കൂടിയായ പ്രിയപ്പെട്ട മധുവേട്ടനെയും വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. മഹാമാരിക്കാലത്ത് ആരോഗ്യ സുരക്ഷയുടെ കരുതലോടുകൂടിയാണ് ഓൺലൈനിലൂടെ മലയാളത്തിൻ്റെ സാംസ്കാരിക ഉണർവുകളെ നിലനിർത്തണമെന്നുള്ള നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അദ്ദേഹം നമ്മുടെ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തിലാണ് മെയ് 1 മുതൽ മുടങ്ങാതെ 7:30 മുതൽ 8:30 വരെ വിവിധ മേഖലകളിലെ പ്രതിഭകൾ ഇവിടെ വന്ന് ജനങ്ങളുമായി സംവദിക്കുന്നത്. 3000-ഓളം പ്രേക്ഷകർ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ നിന്നും ഇപ്പോൾ ഇത് 1.5 ലക്ഷത്തോളം പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയും സഹകരണവും അഭിപ്രായങ്ങളുമൊക്കെ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം തുടർന്നും ഉണ്ടാകണം. നീട്ടുന്നില്ല. പ്രിയപ്പെട്ട ഏറെ ആരാധ്യനായ മന്ത്രിയെ കാവാലം സാറിനെ കുറിച്ച് സംസാരിക്കാൻ ക്ഷണിക്കുന്നു, സവിനയം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കാവാലം സാറിൻ്റെ
ദീപ്തമായിട്ടുള്ള സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുകയാണ്. നാടകം എല്ലാ കാലത്തും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട കലയായിരുന്നു എന്ന കാര്യം അവിതർക്കിതമാണ്. മലയാളിയുടെ ജീവിതത്തെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു കലാരൂപം ഉണ്ടായിട്ടില്ല എന്നു തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആസ്വാദനത്തിനും അപ്പുറമുള്ള ഒരു സമരഭാഷയാണ് നാടകത്തിൻ്റേത്. കേരളത്തിൻ്റെ ജീവചരിത്രം തന്നെ നിർണയിച്ചത് അരങ്ങാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാവില്ല. ജാതിഭേദങ്ങളെ തകർത്തെറിയുവാൻ ചാലകശക്തിയായി നിന്ന മലയാളികളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ സമഗ്രതയോടുകൂടി നിർണയിച്ച മതനിരപേക്ഷതയെ മുറുകെ പിടിച്ച ഉത്തമ കലാരൂപമായി ഇന്നും നാടകങ്ങൾ സ്ഥായിയായി നിലകൊള്ളുകയാണ്. കേവലം ഒരു വിനോദത്തിനുള്ള ഉപാധി എന്ന നിലയിലല്ല നാം നാടകങ്ങളെ സമീപിച്ചത്. മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള മാനവികതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ സ്വാധീനിക്കുന്ന ചിന്താധാരകൾ മുന്നോട്ട് വെക്കുന്ന കലാരൂപമായാണ്. നാടകത്തിലെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച പ്രതിഭ എന്ന നിലയിൽ കാലം അടയാളപ്പെടുത്തിയ നാമമാണ് കാവാലമെന്ന മൂന്നക്ഷരം. കാവാലമെന്ന കുട്ടനാട്ടിലെ മനോഹരമായ പ്രദേശത്തിന് ലോക നാടക വിഹായസിൽ സ്ഥാനമേകിയത് കാവാലം നാരായണ പണിക്കർ എന്ന നാടകാചാര്യനാണ്. നാടകമായിരുന്നു അദ്ദേഹത്തിന് സർവസ്വവും. സോപാനമെന്ന അദ്ദേഹത്തിൻ്റെ അരങ്ങിലൂടെ തെളിഞ്ഞ കലാകാരന്മാർ മലയാള നാടകവേദിക്കും മലയാള സിനിമയ്ക്കും വരദാനമായിട്ട് മാറുകയാണ് ഉണ്ടായത്. നാടകം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ തട്ടകം. ഇന്ന് രാവിലെ കാർ യാത്രയ്ക്കിടയെ FM-ൽ കേട്ടത് അദ്ദേഹം എഴുതിയ എനിക്കേറെ ഇഷ്ടമായൊരു ഗാനമാണ്. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചുകെട്ടിത്ത എന്ന് തുടങ്ങുന്ന ആരവമെന്ന സിനിമയിലെ ഗാനമായിരുന്നു അത്. സർവകലാശാലയിൽ നെടുമുടി പാടുന്ന നുറുങ്ങ് ഗാനമുണ്ടല്ലോ, അതിരുകാക്കും മലയെന്ന് തുടുത്തേ. അതിഷ്ടമാകാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഈ ഓർമ്മ ദിനത്തിൽ. പക്ഷേ നാം കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് സമാനതകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ നാടകാവിഷ്കാരങ്ങളെക്കുറിച്ച് തന്നെയാണ്. തനത് നാടകവേദിക്ക് കരുത്തു പകർന്ന അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ അവനവൻ കടമ്പയും ദൈവത്താറും ഒറ്റയാനും തെയ്യവും തുടങ്ങി സംസ്കൃത നാടകങ്ങളിൽ വരെ ആ പ്രതിഭയുടെ മിന്നലാട്ടം കണ്ട് ഇന്ത്യൻ നാടകവേദി കോരിത്തരിച്ചു എന്നത് വാസ്തവമാണ്. കാവാലമെന്ന മനുഷ്യൻ്റെ ആജ്ഞാശക്തിയും സരസമായ സംസാരവുമെല്ലാം പലതവണ നേരിൽ കണ്ടറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. തനത് നാടകവേദിയുടെ നാടൻ ശീലുകളുടെ ആചാര്യനായ കാവാലം നാരായണ പണിക്കരുടെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമായി വഴികാട്ടിയായി ഒപ്പമുണ്ടാകും. കാവാലം സ്മൃതിയുടെ ഭാഗമായി ഏറെ പ്രിയപ്പെട്ട രാജാവാര്യർ എഴുതിയ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തിയേറ്റർ കേരള പെർഫോമൻസ് കാവാലം എന്ന പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം ഈ കോവിഡ് കാലത്ത് സമാനതകളില്ലാത്ത സവിശേഷമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഭാരത് ഭവൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എനിക്ക് ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടമാക്കുകയാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. കാവാലം സാറിന് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകൾ കല്യാണിക്ക് നൽകിയാണ് ഈ പ്രകാശനമെന്നത് ആ സന്തോഷം ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ സ്നേഹാദരമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ പ്രകാശന കർമ്മം നിർവഹിച്ചതായി വിനയപുരസരം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. സാറിൻ്റെ അർത്ഥവത്തായ വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഒപ്പം സോപാനത്തിലെ പ്രതിഭാധനരായിട്ടുള്ള അരങ്ങിലും വെള്ളിത്തിരയിലുമൊക്കെ സവിശേഷമായ പ്രതിഭാപാഠവും തെളിയിക്കുന്നവരാണ് ഇതിലെ പാട്ടുകൾ പാടിയതും നൃത്തം അവതരിപ്പിച്ചതും നാടകം അരങ്ങിൽ എത്തിച്ചതുമൊക്കെ. ഇതിൻ്റെ ഡയറക്ടർ കല്യാണിക്കും ഒക്കെ നന്ദി പറയുന്നു. ഈ പുസ്തക
പ്രകാശന ചടങ്ങിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഡോക്ടർ രാജാ വാര്യർ ചേട്ടനെ ക്ഷണിക്കുന്നു. ഗ്രന്ഥകർത്താവ് കൂടിയാണ് അദ്ദേഹം. ഏറെ സന്തോഷം തോന്നുന്ന അത്യപൂർവമായ ജീവിതത്തിൽ വന്നുകൂടുന്ന അത്യപൂർവ നിമിഷങ്ങളിലൊന്നാണിത്. കാരണം 18 വർഷം മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ PhD ഗവേഷണത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത വിഷയവും അതിൽ സമർപ്പിച്ച പ്രബന്ധവുമാണ് ഇംഗ്ലീഷ് രൂപത്തിൽ ഇപ്പോൾ ഇവിടെ പ്രസിദ്ധീകൃതമാകുന്നത്. എനിക്കേറെ സന്തോഷം ഉണ്ടെന്ന് പറയാൻ കാരണം വ്യക്തിപരമായ കേവലം സന്തോഷമായതുകൊണ്ടല്ല, ഇത്രയും ഉൾക്കാഴ്ചയുള്ള ഒരു തിയേറ്റർ പ്രവർത്തനത്തിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള പുസ്തകം മലയാളത്തിലെന്നല്ല, ഇന്ത്യൻ ഭാഷകളിലെന്നല്ല, ലോകഭാഷയിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് എത്രയോ കാലം മുമ്പേ. പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്നിലെ ഗവേഷകൻ എന്നോട് സധൈര്യം പറയുന്നത്. അതിൻ്റെ സംതൃപ്തിയിലും നിറവിലുമാണ് ഞാൻ. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ മനസ്സുകൊണ്ട് ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി, അദ്ദേഹത്തോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇത് ഏറ്റുവാങ്ങിയ കാവാലം സാറിൻ്റെ കൊച്ചുമകൾ എനിക്ക് പ്രിയപ്പെട്ട കല്യാണിയോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഒപ്പം ഇതിന് സാക്ഷ്യം വഹിച്ച എല്ലാവർക്കും നന്ദി. കാവാലം തിയേറ്ററിൻ്റെ പ്രത്യേകത, സാധാരണ നാടക കൃത്തുക്കളെ നമ്മൾ ഓർക്കാറുണ്ട്, നമ്മൾ ആദരിക്കാറുണ്ട്. പക്ഷേ കാവാലം എവിടെയാണ് അടയാളപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നാടക പ്രവർത്തകരിൽ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതീശശക്തികളുടെ ആധിപത്യത്തിൽ നമ്മുടെ തദ്ദേശ സംസ്കൃതികൾ അപജയപ്പെട്ടു പോയപ്പോൾ, നിർവീര്യമായി പോയപ്പോൾ അവയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് അവസ്ഥയെപ്പോലെയുള്ളവർ റൂട്ട് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞുള്ള മഹനീയ സങ്കല്പം, ആ സങ്കല്പത്തിനെ കേരളത്തിൽ M. ഗോവിന്ദൻ്റെയും CN ശ്രീകണ്ഠൻ നായരുടെയുമൊക്കെ താത്വിക ചിന്തകളിലും വിചാരങ്ങളിലും കൂടി ഉണ്ടായതിന് മൂർത്തിമത് രൂപം കൈവന്നതാണ് കാവാലത്തിൻ്റെ രചിതകൃതികളും രംഗാവതരണങ്ങളും. ഇത് ഭാരതത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല, ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. എവിടെയെല്ലാം ലോകത്ത് ഇത്തരത്തിലുള്ള അതീശശക്തികൾ ആധിപത്യം സ്ഥാപിച്ച് തദ്ദേശവാസികളെ ഞെരിച്ച് അമർത്തിയിട്ടുണ്ടോ അവിടെയൊക്കെയും സ്വന്തം സംസ്കൃതിയിൽ നിന്നും ശക്തി സ്വരൂപിച്ചുകൊണ്ടുള്ള കലാപ്രകടനങ്ങൾക്ക് വേണ്ടി ഉൾക്കാമ്പുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്, പ്രാവർത്തികമായിട്ടുമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ്, അതിൻ്റെ പ്രായോഗിക തലത്തിൽ അരങ്ങിൽ എത്തിച്ച വ്യക്തിത്വമാണ് കാവാലം നാരായണപ്പണിക്കർ. 4 വർഷം മുമ്പ് നമ്മെ കൈവിട്ടു പോയത് ഇന്ത്യൻ തിയേറ്ററിന്, കേരളത്തിലെ തിയേറ്ററിന്, ലോക നാടക പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടത് ആ മനുഷ്യൻ്റെ ഭൗതിക ശരീരം മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള ഇത്തരം ചിന്തകളിൽ അധിഷ്ഠിതമായ സർഗ സൃഷ്ടികൾ ഇനിയും വരുംകാലങ്ങളിലായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുകയും ലക്ഷ്യം കൈവരിക്കുകയും അർത്ഥവത്താകുകയും ചെയ്യുന്നത് എന്നത് ഒരു എളിയ നാടക ഗവേഷകനായ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇന്നിവിടെ ഇതിനവസരമൊരുക്കിയ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ, ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി, സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ തൊട്ട് താഴെയുള്ള ബാച്ചിൽ പഠിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രമോദ് പയ്യന്നൂരിനുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഭാരത് ഭവൻ്റെ മറ്റു പ്രവർത്തകരോടും അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട കേരളീയരുടെ പ്രിയപ്പെട്ട നാടകകാരൻ ശ്രീ K. കലാധരൻ, ഇന്നിവിടെ കാര്യപരിപാടികൾ അവതരിപ്പിച്ച കാവാലം കുടുംബത്തിലെ കലാകാരന്മാർ എല്ലാവരോടും ഇതിന് സാക്ഷ്യം വഹിച്ച നിങ്ങൾ പ്രേക്ഷകർ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുക്കുറ്റിയെയും തിരുതാളിയെയും കൂട്ടുപിടിച്ച് നമുക്ക് കലാജീവിതത്തിലൂടെ, കലാസ്വാദനത്തിലൂടെ മുന്നോട്ട് പോകാം. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, ഓഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിൻ്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, ഓഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിൻ്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത കെട്ടിത്ത
ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് പൂവാങ്കുറുന്തല പുന്നാകപ്പറമ്പിലെ കൂണിന്റെ കൂട നിർത്തും പുന്നാരത്താളം പൂവാങ്കുറുന്തല പുന്നാകപ്പറമ്പിലെ കൂണിന്റെ കൂട നിർത്തും പുന്നാരത്താളം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം മുക്കുത്തി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത അയ്യനും അമ്മനും നോക്കി നിൽക്കും മാമല കണ്ട് പൂത്തു നിൽക്കും മാമല കണ്ട് തീപ്പനിക്കും രാപ്പനിക്കും പുതച്ചു നിൽക്കാൻ മുന്നുണ്ട് ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് മാനാങ്കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും നിരപ്പത്താളം മാനാങ്കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും നിരപ്പത്താളം കാടിനുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്നു കൂടോത്ര കുളിരിന്റെ കാറ്റാടിത്താളോ കാടിനുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്നു കൂടോത്ര കുളിരിന്റെ കാറ്റാടിത്താളോ ലം 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 താലം ഭൂതാലം ചെമ്പൂത്താലം ലം 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 പാലം ഭൂതാലം ചെമ്പൂത്താലം മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത